പറഞ്ഞു. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് വല്ലാത്ത വിഷമം. അവരെഴുതി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകരിലും വിശ്വസിക്കുന്ന ഇറാനിലെ ഷീകൾ നിലവിലുള്ള വിശുദ്ധ ഖുർആനെ അവിശ്വസിക്കുകയോ മറ്റൊരു ഖുർആൻ അംഗീകരിക്കുന്നവരോ അല്ല. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും വശമുള്ളത് ഒരേ ഖുർആനാണ്. അതിന്നോളം ഒരു വ്യത്യാസവും ആരും വരുത്തിയിട്ടില്ല, ഇനിയൊട്ട് വരുത്താൻ സാധ്യവുമല്ല. അവസാന ഭാഗവും നമ്മളും അംഗീകരിക്കുന്നു. ആ ഒരു ഖുർആനിൽ ഒരു വ്യത്യാസവും വരുത്താൻ ആർക്കും സാധ്യമല്ല. പക്ഷേ നമുക്ക് വിയോജിപ്പ് ഈ ഉദ്ധരണ ആദ്യ ഭാഗത്തിലാണ്. ഷിയാക്കൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, വേറെ ഖുർആൻ ഉണ്ട്. എന്തേ ഇവരെങ്ങനെ വെള്ളപൂശേണ്ട കാര്യം? എന്തേ? അതെ, ഇറാനിലെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ജമാഅത്ത് ഷിയാക്കൾ രണ്ടു തരം ഖുർആൻ ഉണ്ടെന്ന് ജനങ്ങളെ ധ്വനിപ്പിക്കാൻ ശ്രമിച്ച ആ ആശയത്തെ വെള്ളപൂശിയത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ അവർക്കുള്ള മറുപടി പറയുന്നത് ഷിയാക്കളാണ്. നമ്മൾ ബുഹാരിക്ക് കൊടുക്കുന്ന അതേ സ്ഥാനമാണ് അൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഷിയാക്കൾ കൊടുക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ ഇമാം കുലൈനി പറയുകയാണ്, ഇന്നൽ ഖുർആനല്ലദീ ജാഅ ബിഹി ജബ്രാഹീൽ അലൈഹിസ്സലാം ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 17,000 ആയ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്ത ഖുർആനിൽ 17,000 ആയത്തുകളുണ്ട്. വെള്ളപൂശണ്ട. നോക്കൂ, ജമാഅത്തിന് മറുപടി ഷിയാക്കൾ പറയുന്നു. നിങ്ങൾ പറയും പോലല്ല, നിങ്ങൾ ഞങ്ങളെ വെള്ളപൂശണ്ട. ഞങ്ങൾ പറയുന്ന ഖുർആനിൽ 17,000 ആയത്തുണ്ട്. മദ്ദഅ അഹദും മിനന്നാസി അന്നഹു ജമഅൽ ഖുർആന കുല്ലഹു ഇല്ലാ കദ്ദാബ്. ഖുർആൻ മുഴുവനും ക്രോഡീകരിച്ചു എന്ന് കദ്ദാബല്ലാതെ, കളവ് പറയുന്നവരല്ലാതെ പറയില്ല. ഖുർആൻ ക്രോഡീകരിച്ചു എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ടോ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഉണ്ട്, ഇല്ലെന്നാണ് ഷിയാക്കൾ പറയുന്നത്. തീർന്നില്ല. വമാ ജമഅഹു വഹഫിളഹു, അത് ക്രോഡീകരിച്ചിട്ടുമില്ല, അത് മനപ്പാഠമാക്കിയിട്ടുമില്ല. കമാ നുസ്സില ഇല്ലാ അലി ഇബ്നു അബീ ത്വാലിബ് വൽ അഇമ്മത്തു മിൻ ബഅദിഹി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിനുശേഷം വന്ന ഇമാമിയങ്ങളുമല്ലാതെ അത് ക്രോഡീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ അത് മനപ്പാഠമാക്കിയിട്ടുമില്ല. നോക്കൂ, ഖുർആനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതേപോലെ ഇമാം ഹൂഇയോട് ചോദിച്ചു, ഇപ്പോഴുള്ള ഖുർആനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ഷിയാ നേതാവ് പറഞ്ഞു, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ അവിടെ നിൽക്കട്ടെ. ഹത്താ യൽഹറൽ ഖുർആൻ ഫാത്തിമ ഖുർആൻ വരുന്നത് വരെ, 12ാമത്തെ ഇമാം വന്നാലേ അത് വരുള്ളൂ. അതുവരെ തൽക്കാലം ഇത് ഉപയോഗിച്ചോളി. യഥാർത്ഥ ഖുർആൻ വരാനിരിക്കുന്നു. ഇത് ലോകത്തൊരു കുട്ടി അംഗീകരിക്കോ? ഇത് ഷിയാക്കളുടെ പുസ്തകത്തിലുള്ളതാ. എന്നിട്ട് ഇതിനെ എതിർത്തപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ ഷിയാക്കൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, 17,000 ആയത്തുണ്ട്. ജൂതന്മാര് പറഞ്ഞു കൊടുത്ത് അവര് പറഞ്ഞാൽ നമ്മൾ എന്തിനാ സഹോദരന്മാരെ അനുകൂലിക്കാൻ പോകുന്നത്? ഞാൻ ഇത് വ്യക്തമാക്കാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ഈ ഉദ്ധരണികൾ കേൾപ്പിച്ചപ്പോൾ, ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങൾ കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവാണല്ലോ സഹോദരന്മാരെ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായി ഇവരെ എതിർക്കുന്നത്, സമസ്തയെ എതിർക്കുന്നത്. അതേപോലെ തന്നെ ഈ ജമാഅത്ത് പോലെയുള്ള സംഘടനകളെ എതിർക്കാനുള്ളത് ആശയപരമായ കാരണങ്ങളാലാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ജിഹാദ് എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്ത ആളുകളില്ലേ, അങ്ങനെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അവർ ഈ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളിൽ എല്ലാവരും ഉണ്ട്, ഞങ്ങളിൽ സമസ്തക്കാരുണ്ട്, ഞങ്ങളിൽ പിന്നെ മുജാഹിദുകളുണ്ട്, തബ്ലീഗ് ജമാഅത്തുകാരുണ്ട്, ത്വരീഖത്തുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്നായിട്ട് ജിഹാദ് നടത്താൻ വേണ്ടി യോജിക്കുകയാണ്. പക്ഷേ എല്ലാവരും ഉണ്ടാകാം, ആശയം ഒന്നേ ഉള്ളൂ. മൗദൂദിയുടെ ജിഹാദ് എന്ന് പറയുന്ന പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് തേജസ് 2005 ജൂൺ 1 മുതൽ 15 വരെയുള്ള ലക്കത്തിൽ പറയുന്നു, ഇസ്ലാമിലെ ജിഹാദിന്റെ സമഗ്രതയും ഷഹാദയുടെ മഹാത്മ്യവും അതിന്റെ തനത് രൂപത്തിൽ അവതരിപ്പിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 വിഖ്യാത പണ്ഡിതന്മാരാണ് ഷഹീദ് സയ്യിദ് കുത്തുബും സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയും. ജിഹാദ് രണ്ടാക്കേ മനസ്സിലായിട്ടുള്ളൂ. അത് നിങ്ങളെ സമസ്തക്കാർക്കും സലഫിക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് മൗദൂദിക്കേ മനസ്സിലായിട്ടുള്ളൂ, അത് സയ്യിദ് കുത്തുബിനെ മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ സുന്നികളുണ്ട്, എല്ലാം നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ജിഹാദ് ഒന്നേ ഉള്ളൂ. ആ ജിഹാദ് മൗദൂദി പറഞ്ഞ ജിഹാദാണ്. ആരാ പറയുന്നത്? പാവപ്പെട്ട NDF-ന്റെ സുഹൃത്തിന് അറിയുമോ? മൗദൂദി പറഞ്ഞ ജിഹാദ്, സയ്യിദ് കുത്തുബ് പറഞ്ഞ ജിഹാദ്, അതാണ് യഥാർത്ഥ ജിഹാദ് എന്നാണ് ഈ പ്രസ്ഥാനം വിശ്വസിക്കുന്നതെന്ന് ഇല്ല. അതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനെ നാം സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം, സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള 2 മാർഗങ്ങളാണ്
വളരെ ലഘുവായ രൂപത്തിൽ ആ മാർഗങ്ങളുടെ ഓരത്തുകൂടി നമ്മൾ ഇന്ന് സഞ്ചരിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്രയും ആസൂത്രിതമായ ശ്രമമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പച്ച മലയാളത്തിലാണ് സ്വഹാബത്തിനെ ദുഷ്ടന്മാർ എഴുതി വിട്ടുന്നത്. ഇത് വായിക്കാനും പ്രചരിപ്പിക്കാനും പിന്നീട് ന്യായീകരിക്കാനും ചില ആളുകളെ ക്ലാസുകൾ കൊടുത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്നു. ആ കുട്ടികളോട് നമുക്ക് സ്നേഹമുണ്ട്, ആ സംഘടനയിലെ മുഴുവൻ ആളുകളോട് നമുക്ക് സ്നേഹമുണ്ട്. തിരിച്ചറിയണം ആരാണ് ഇതിന്റെ പിന്നിൽ, ആരുടെ ആശയമാണ് നമ്മുടെ അടുത്തുള്ളതെന്ന് തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായി. ആ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് മുസ്ലിങ്ങളുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. മുസ്ലിം പേരുള്ള സംഘടനകൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടത്രേ. അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തത് മുസ്ലിങ്ങളാണെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിലെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ. ഇസ്ലാമിനുള്ളിലെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയവർ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഒരു ബസ് സ്റ്റാൻഡിൽ, ഒരു ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബോംബ് പൊട്ടിയാൽ ആരാ സഹോദര മരിക്കുക? ആരൊക്കെയാണ് മരിക്കുക? ഇതിന്റെ പേര് ഭീരുത്വം എന്നാണ്. ഇസ്ലാമിന്റെ പേര് ചരിക്കാൻ അവർക്ക് അവകാശമില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പുറത്തുള്ളവരെക്കാളും ഇത്തരം ആളുകൾ കൂടുതൽ സഹായകമാകില്ല എന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്, ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഇസ്ലാമികമായ ആദർശങ്ങളെ പരിഹസിക്കുവാൻ വേണ്ടി പിന്നീട് മറ്റൊരു മാർഗമാണ് ത്വരീഖത്തിന്റെ മാർഗം. സൂഫിസത്തിന്റെയും ത്വരീഖത്തിന്റെയും മാർഗം ഈ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അവരെങ്ങനെയാണ് സ്ഥാനം പിടിച്ചതെന്ന് അറിയാമോ? അവർ ഒരു കൂട്ടർ സമൂഹത്തോട് പറഞ്ഞു, നമ്മൾ അമലുകൾ ശ്രദ്ധിക്കുക, നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, ദുആകൾ അതിലേക്ക് വരൂ. അപ്പൊ ചില ആൾക്കാർ പറയും, ഞങ്ങൾക്ക് തെക്കുവ കിട്ടിയത് ഇതിൽ പോയത് കൊണ്ടാണ്. ഒരു അഭിപ്രായ വ്യത്യാസമല്ലോ, യാതൊരു കാര്യം അവർ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും സംസാരിക്കാറുണ്ട്. എങ്കിൽ അറിയുക സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗുണമായി ഇതിന്റെ വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് സംഘടന നിങ്ങളുടെ ആദർശത്തിന് യോജിക്കാത്ത, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇസ്ലാമികമായ ആദർശത്തിനെതിരാണെന്ന് ധരിക്കുന്ന ഏതൊരു സംഘടനയുടെയും പേരെടുത്തുകൊണ്ട് നിങ്ങൾ പറയും, നിങ്ങൾ വിമർശിക്കും. അത് നമ്മളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ആളുകൾ പറയാറുണ്ട്. സഹോദരന്മാരെ, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന, ആ പ്രസ്ഥാനം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായി അതിനെ എതിർക്കുന്നു. കാരണം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനോട് സ്നേഹമുള്ളത് കൊണ്ട്. നോക്കൂ ബഹുമാന്യ സഹോദരങ്ങൾ, പള്ളികളിൽ വന്നുകൊണ്ട് വായിക്കാൻ വേണ്ടി നിവർത്തി വെക്കുന്ന അമലുകളുടെ മഹത്വങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുച്ഛിക്കുന്ന, തള്ളിക്കളയുന്ന ഒട്ടേറെ വാദങ്ങളുണ്ട്. ഒരു ഉദു കൊണ്ട് 40 വർഷം നിസ്കരിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള ഭാഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹിക്ക് രാത്രി ഉദു മുറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിവസങ്ങളോളം, ആഴ്ചകളോളം ഏതോ ഒരു ശൈഖ് ഒരൊറ്റ ഉദു കൊണ്ട് വർഷങ്ങളോളം നിസ്കരിച്ചത്രേ. അതൊക്കെ ഇതിൽ പറയുന്നത്. ഈ പുസ്തകം തുറക്കുന്നതിന് മുമ്പ്, ഇത് വായിക്കുന്നതിന് മുമ്പ് ഇതിന്റെ മുഖകുരയുണ്ട്. ഈ മുഖകുരയിൽ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമാകും. സഹോദരന്മാരെ, ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള സക്കരിയ സാഹിബിനെ കുറിച്ച് പറയുന്നു. അബൂദാവൂദ്, ബുഖാരി, മുവത്തൗ ഇമാം മാലിക് മുതലായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളും മറ്റനേകം അറബി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ള ഈ മഹാനായ പണ്ഡിതൻ അടുത്ത വാചകം കേട്ടോളൂ. നിങ്ങൾക്കൊരു വേദി കിട്ടിയാൽ എല്ലാരെയും കുറ്റം പറയും. നിങ്ങളെ പരിപാടി പറ. സഹോദരന്മാരെ, കുറ്റം പറയുകയല്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണെന്ന് ധരിച്ച്, സ്വർഗത്തിലേക്കുള്ള മാർഗമാണെന്ന് ധരിച്ച് ഇതിലാരെങ്കിലും പെട്ടാൽ നിങ്ങൾക്ക് ഇതറിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന ചോദ്യം നാളെ പരലോകത്ത് വരുമ്പോ അത് പിന്നെ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന മറുപടി തൃപ്തികരമായ മറുപടിയാണോ? അല്ല. അതുകൊണ്ട് കേട്ടോളൂ, ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം തർജമ നിർവഹിച്ചിട്ടുള്ള ഈ മഹാനായ പണ്ഡിതൻ കേട്ടോളൂ, നക്ഷബന്ദിയ ത്വരീഖത്തിലെ 10,000 മുരീദന്മാരുള്ള ശൈഖാണ് സക്കരിയ സാഹിബ്. ആരാ? നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ 10,000 അനുയായികളുള്ള ശൈഖാണ്. നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ വിധി എന്താ? അഹ്ലുസ് സുന്നത്തിന്റെ വിധി എന്താ? സഹോദരന്മാരെ, നിസ്കരിക്കാൻ പോവാണ്, ഖുശൂ കിട്ടും എന്ന് കരുതി പടച്ച ത്വരീഖത്തായ നക്ഷബന്ദിയ ത്വരീഖത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം നടത്തുമ്പോ
സഹോദര, താടി വെച്ച് ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ച് ഇസ്ലാമിന്റെ ആരാധനകൾ നിർവഹിച്ച് നിന്റെ സകല അമലും ബാത്തിലായി പോകുന്ന ത്വരീഖത്തിലേക്കല്ല നീ പോകേണ്ടത്. സക്കരിയ സാഹിബ് പറഞ്ഞ ആശയം ശരിയല്ല. ഏതുവരെ പറഞ്ഞു എവിടെ എത്തിയെന്നറിയാമോ? അവസാനം പച്ച ശിർക്ക് പള്ളിയുടെ ഉള്ളിൽ വെച്ച് ചെല്ലിപ്പിച്ചിട്ടാണ്